ഡിജിറ്റൽ യുഗത്തിലെ സൈബർ തട്ടിപ്പുകളുടെ ഭീകരമുഖം ഒരിക്കൽ കൂടി വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവം തിരുവല്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡിജിറ്റൽ അറസ്റ്റ് എന്ന വിചിത്രമായ തട്ടിപ്പ് രീതി ഉപയോഗിച്ച് 68 വയസ്സുള്ള വീട്ടമ്മയുടെ 21.5 ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢസംഘത്തിന്റെ ശ്രമമാണ് ബാങ്ക് ഓഫ് ബറോഡ തിരുവല്ല ശാഖയിലെ ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടലിലൂടെ വിഫലമായത്. വിദേശ ജോലിക്ക് ശേഷം നാട്ടിലെത്തി വിശ്രമം നയിക്കുന്ന ഒരു മുതിർന്ന പൗരന് നേരിട്ട ഈ ദുരനുഭവം സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വവും എത്ര വലുതാണെന്ന് അടിവരയിടുന്നു. തിരുവല്ല മഞ്ഞാടിയിലുള്ള വീട്ടിൽ താമസിക്കുന്ന ഈ 68-കാരിയെയാണ് തട്ടിപ്പു സംഘം തങ്ങളുടെ വലയിൽ വീഴ്ത്തിയത്. സംഭവം നടന്നത് ഞായറാഴ്ച ഉച്ചയോടെയാണ്. വീട്ടമ്മയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വന്നു. മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കുന്നതെന്നും ഉന്നത ഉദ്യോഗസ്ഥനെയും പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പുകാർ സംഭാഷണം ആരംഭിച്ചത്. വിദേശത്തു നിന്ന് അടുത്തിടെ നാട്ടിലെത്തിയ വീട്ടമ്മയെ അമ്പരിപ്പിച്ചുകൊണ്ട് അവരുടെ കാനറ ബാങ്കിലെ അക്കൗണ്ടിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട തിരിമറികൾ നടന്നിട്ടുള്ളതായി തങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് തട്ടിപ്പുകാർ അറിയിച്ചു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് വിളിച്ചതെന്നായിരുന്നു അവരുടെ വാദം. ഭയന്നുപോയ വീട്ടമ്മ തനിക്ക് കാനറ ബാങ്കിൽ അക്കൗണ്ടില്ലെന്നും ബാങ്ക് ഓഫ് ബറോഡയുടെ തിരുവല്ല ശാഖയിൽ മാത്രമാണ് അക്കൗണ്ട് ഉള്ളതെന്നും അറിയിച്ചു. ഇത് കേട്ടതോടെ തട്ടിപ്പുകാർ ഉടൻ തന്നെ സംഭാഷണത്തിന്റെ ദിശ മാറ്റി. ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഒപ്പം തങ്ങളുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മറ്റാരോടും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ ഈ വിവരം പങ്കുവയ്ക്കരുതെന്നും അവർ താക്കീത് നൽകി. തുടർച്ചയായ സമ്മർദ്ദത്തിലൂടെയും ഭീഷണിയിലൂടെയുമാണ് തട്ടിപ്പു സംഘം ഈ വീട്ടമ്മയെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച ഈ ഭീഷണിപ്പെടുത്തൽ രാത്രി 11 വരെ നീണ്ടുനിന്നു. താൻ ഉപയോഗിക്കുന്ന ഫോൺ ചൂടായി എന്ന വീട്ടമ്മ അറിയിച്ചപ്പോൾ മാത്രമാണ് അവർ സംഭാഷണം നിർത്തിയത്. എന്നാൽ ഈ ഇടവേള തട്ടിപ്പുകാർക്ക് വിശ്രമിക്കാനായിരുന്നില്ല. മറിച്ച് വീട്ടമ്മയുടെ ഉറക്കം കെടുത്തി മാനസികമായി തളർത്താനുള്ള തന്ത്രമായിരുന്നു. പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ച അതിരാവിലെ 5 മണിക്ക് തന്നെ അവർ വീണ്ടും വിളിച്ചു. ഈ സംഭാഷണത്തിൽ തട്ടിപ്പുകാർ തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തി. ഈ കേസിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവനും ഞങ്ങൾ ആവശ്യപ്പെടുന്ന അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം എന്നതായിരുന്നു അവരുടെ ഡിമാൻഡ്. പോലീസ് കേസിൽ കൊടുക്കുമെന്ന ഭയവും തുടർച്ചയായ സമ്മർദ്ദവും കാരണം വീട്ടമ്മ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി. ഇതാണ് ഈ ഡിജിറ്റൽ അറസ്റ്റിന്റെ മനഃശാസ്ത്രപരമായ തന്ത്രം. ഭീഷണിയിലൂടെ ഇരയെ ഒറ്റപ്പെടുത്തി യുക്തിപരമായി ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുന്നു. അങ്ങനെ കഠിനമായ സമ്മർദ്ദത്തിലായ വീട്ടമ്മ തട്ടിപ്പുകാരുടെ നിർദ്ദേശം അനുസരിക്കാൻ തീരുമാനിച്ചു. ചൊവ്വാഴ്ച രാവിലെ ബാങ്ക് ഓഫ് ബറോഡയുടെ തിരുവല്ല ശാഖയിൽ അവർ നേരിട്ടെത്തി. അക്കൗണ്ടിലുണ്ടായിരുന്ന 3 സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഈ സ്ഥിര നിക്ഷേപങ്ങൾ ഉൾപ്പെടെ 21.5 ലക്ഷം രൂപയാണ് അവരുടെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്നത്. ഇത്രയും വലിയ തുക പിൻവലിക്കാനുള്ള കാരണം എന്താണെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ മകൾക്ക് നൽകാനെന്നായിരുന്നു വീട്ടമ്മയുടെ മറുപടി. എന്നാൽ FD പിൻവലിച്ച പണം അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം ആ തുക മുഴുവനായി ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിത്തുടങ്ങി. തുക ട്രാൻസ്ഫർ ചെയ്യാൻ അവർ കാണിച്ച അക്കൗണ്ട് ഒരു വ്യക്തിഗത അക്കൗണ്ട് ആയിരുന്നില്ല, മറിച്ചൊരു പ്രൈവറ്റ് കമ്പനിയുടെ പേരിലുള്ളതായിരുന്നു. ഈ ഘട്ടത്തിൽ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ ബാങ്ക് ഉദ്യോഗസ്ഥനായ വിനോദ് ചന്ദ്രൻ എന്നിവരുൾപ്പെടെയുള്ള ജീവനക്കാർ കൂടുതൽ ജാഗ്രത പാലിച്ചു. വിഷയം ഗൗരവമായെടുത്ത് സംശയം തോന്നിയ വിനോദ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ബാങ്ക് ജീവനക്കാർ വീട്ടമ്മയോട് കൂടുതൽ വിവരങ്ങൾ തിരക്കി. ഈ സമയം മുഴുവൻ വീട്ടമ്മയുടെ ഫോണിലേക്ക് തട്ടിപ്പു സംഘം സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. വീട്ടമ്മയുടെ സമ്മതത്തോടെ ഫോണിൽ വന്ന സന്ദേശം കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ ആദ്യം വിസമ്മതിച്ചെങ്കിലും ബാങ്കുകാരുടെ നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ സന്ദേശം കാണിച്ചു. ഫോണിൽ വന്ന സന്ദേശത്തിന്റെ മുകളിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടതോടെ അത് വ്യക്തമായ തട്ടിപ്പാണെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. ഉടൻ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടമ്മയുടെ ഫോൺ കയ്യിലെടുക്കുകയും തട്ടിപ്പുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. ഇത്രയും സമയം കടുത്ത ഭയത്തിലും മാനസിക സമ്മർദ്ദത്തിലുമായിരുന്ന വീട്ടമ്മയ്ക്ക് താൻ ഒരു വലിയ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് ആശ്വാസമായത്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സമയോചിതവും ബുദ്ധിപരവുമായ ഇടപെടലാണ് 21.5 ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള ഗൂഢസംഘത്തിന്റെ നീക്കം വിജയകരമായി തടഞ്ഞത്. എന്റെ പേര് ഡെല്ല ഡിക്സൺ, ബാങ്ക് ഓഫ് ബറോഡ തിരുവല്ല മാനേജറാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. നമ്മൾ വ്യാപകമായി കാണുന്ന ഒരു സൈബർ തട്ടിപ്പ്, ഡിജിറ്റൽ അറസ്റ്റ്. പല ആൾക്കാരും അത് സംഭവിച്ചിട്ടും പുറത്തു പറയാതിരിക്കുന്നു. ഈ ഒരു സീനിയർ ലേഡി ആയിരുന്നു, ബാങ്കിൽ വന്നു. ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു ബെനിഫിഷ്യറി നെയിമിൽ ഒരു മിസ്മാച്ച് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചത്. അപ്പൊ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ വെളിയിൽ വന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഒരു വാട്സപ്പ് കോളിലൂടെ ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ ആധാർ ഉപയോഗിച്ച് എന്തോ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, അപ്പൊ ഇത്രയും തുക അയച്ചു കൊടുത്താൽ മാത്രമേ അവർ അതിൽ നിന്ന് ഒഴിവാക്കത്തുള്ളൂ എന്ന രീതിയിൽ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കിയായിരുന്നു. ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ്, ഞങ്ങൾ ആ വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു സൈബർ ഫ്രോഡ്, ഡിജിറ്റൽ അറസ്റ്റ് ആണെന്ന് മനസ്സിലായത്. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഫാമിലിയും വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഹാർഡ് ഏൺഡ് മണി ആയിട്ടുള്ള, അവരുടെ റിട്ടയർമെന്റ് ചെയ്ത ഒരു വനിതയാണത്. ആ തുക ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റി. ഇതോളം
ഒരു 20-21 ലക്ഷം രൂപയോളം വരുമായിരുന്നു. അത് ഒരു സൈബർ ഫ്രോഡ് പറ്റി അവരുടെ കയ്യിൽ നഷ്ടമാവുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഈ സംഭവം ബാങ്ക് ഉദ്യോഗസ്ഥർ അവരുടെ ജോലി സാമ്പത്തിക ഇടപാടുകൾ എന്നതിലുപരി ഒരു സാമൂഹിക സുരക്ഷാ ദൗത്യമായി കണക്കാക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർ ഇത്തരം ഡിജിറ്റൽ തട്ടിപ്പുകളുടെ ഇരകളാകാൻ എളുപ്പവുമാണ്. തങ്ങൾക്ക് വിശ്വസ്തരായ ഒരാൾ വലിയ തുക പിൻവലിക്കുകയോ ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ അതിന്റെ കാരണം കൃത്യമായി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ ബാങ്ക് ജീവനക്കാർക്കുമുണ്ട്. ഈ ജാഗ്രതയാണ് തിരുവല്ലയിലെ ഈ മുതിർന്ന പൗരന്റെ ജീവിത സമ്പാദ്യം സംരക്ഷിച്ചത്. ഞാൻ ബാങ്ക് ഓഫ് ബറോഡ തിരുവല്ല ശാഖയിലെ സ്റ്റാഫാണ്. വിനോദ് ചന്ദ്രൻ എന്നാണ് പേര്. നമ്മുടെ അടുത്ത ദിവസം ഉണ്ടായ ഒരു ഡിജിറ്റൽ അറസ്റ്റ്, വെർച്വൽ അറസ്റ്റിൻ്റെ ഒരു കാര്യം നേരിട്ട് കാണാനൊരു സാഹചര്യം ഉണ്ടായി. നമ്മൾ പത്രമാധ്യമങ്ങളിൽ ആണ് ഇത് വാർത്തകൾ വായിക്കാറുള്ളത്. പക്ഷേ നേരിട്ട് കണ്ടപ്പോഴാണ് അതിൻ്റെ തീവ്രത മനസ്സിലായത്. അതായത് വളരെ പരിചിതയായ ഒരു കസ്റ്റമർ, എബോവ് 60 ലേഡിയായിരുന്നു. അവർ വന്ന് ഓൾ ഓഫ് എ സഡൻ അവരുടെ സ്ഥിര നിക്ഷേപങ്ങൾ മുഴുവൻ പിൻവലിക്കണം, ഫിക്സഡ് ഡിപ്പോസിറ്റ് എല്ലാം പ്രീമച്വർ ക്ലോഷർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പം മാഡത്തിന് പലിശ നഷ്ടമൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് മറ്റ് മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചെങ്കിലും അവർ ഇൻസിസ്റ്റ് ചെയ്യായിരുന്നു ഇത് പ്രീ ക്ലോസ് ചെയ്ത് നഷ്ടത്തോടു കൂടിയാണെങ്കിലും ഇത് മക്കൾക്ക് ഫ്ലാറ്റ് മേടിക്കാനാണ്, ഡൽഹിക്ക് അയക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അത് ക്ലോസ് ചെയ്ത് അക്കൗണ്ടിലോട്ടാക്കി കൊടുത്തു. അക്കൗണ്ടിലാക്കി കഴിഞ്ഞിട്ട് പണം കൈമാറാനായിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫോം പൂരിപ്പിച്ച് തന്നപ്പോൾ മക്കളുടെ വ്യക്തികളുടെ പേര് പകരം അവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരാണ് കണ്ടത്. അപ്പം ചോദിച്ചു, എന്തുകൊണ്ടാണ് മാഡം നേരിട്ട് ഇതുപോലെ അയച്ചു കൊടുക്കുന്നത്, മക്കൾക്ക് അയച്ചു കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അതല്ല, മക്കൾ തന്നിട്ട് നിർദ്ദേശപ്രകാരമാണ് ഞാനിങ്ങനെ അയക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു അഡീഷണൽ സ്റ്റെപ്പാണ് ഞാൻ എടുത്തത്. അതായത് മക്കൾ അയച്ചു തന്നാണെങ്കിൽ തീർച്ചയായും മക്കളുടെ അയച്ചു തന്ന ആ ഒരു അക്കൗണ്ട് നമ്പറും ആ ഒരു ചാറ്റും കാണുമല്ലോ, അത് എന്നെ കൂടി കാണിക്കാമെങ്കിൽ ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അല്പം പരുങ്ങുകയായിരുന്നു ചെയ്തത്. ഇത് തപ്പുന്ന പോലെ ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു, എന്തോ ടൈപ്പ് ചെയ്യുന്നുമുണ്ടായിരുന്നു. ഞാൻ കരുതിയത് മക്കളുമായിട്ട് ചാറ്റ് ചെയ്യാമെന്നാണ് കരുതിയത്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടും അവർ അത് കാണിക്കുന്നില്ല. സാർ, ഞാനത് ക്രോസ് ചെക്ക് ചെയ്തതാണ് ഓൾറെഡി, സാർ ആ പേയ്മെൻറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം 20 ലക്ഷത്തിന് മുകളിലുള്ള ഒരു തുകയല്ലേ, കൈമറിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടുകയില്ല, മാഡത്തിൻ്റെ ഹാർഡ് എൻഡ് മണിയാണ്. അതുകൊണ്ട് മക്കൾ അയച്ചു തന്ന അത് വെച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മാത്രം മതി, എന്നിട്ട് നമുക്ക് വിടാം എന്ന് വീണ്ടും ഒരു 2-3 തവണ ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് ഞാൻ മക്കളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ്, പക്ഷെ മക്കൾ ബിസിയാണെന്ന് പറയുന്നു, കണക്ട് ചെയ്യുന്നില്ല. ഒരു 10-15 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്തു. അപ്പോഴെല്ലാം അവർ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് കാണിക്കാതെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ഒരു സ്റ്റേജ് വന്നപ്പം അവർ ചെറിയ വിറവലോടുകൂടി ഫോൺ എൻ്റെ നേരെ കാണിക്കുകയായിരുന്നു. ആ സമയത്തും അവർ ആരുടെയോ ഒരു സ്ലേവ് എന്നുള്ള പോലെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ആ ഫോൺ കാണിച്ചു അക്കൗണ്ട് നമ്പർ കാണിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. നോക്കിയപ്പോൾ ആ ഫോണിൻ്റെ മുകളിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെയും ലെറ്ററുകളാണ് കാണുന്നത്. അത് കണ്ട മാത്രയിൽ തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് ഒരു വെർച്വൽ അറസ്റ്റാണ് എന്നുള്ളത് മനസ്സിലായി. കാരണം ഒരിക്കലും സുപ്രീം കോർട്ടോ സെൻട്രൽ ബാങ്കോ ഒന്നും ഇങ്ങനെ നേരിട്ട് വ്യക്തികളുമായിട്ട് ഡീൽ ചെയ്യുന്നതല്ല, പതിവെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അത് ഇമ്മീഡിയറ്റ് കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു വെർച്വൽ അറസ്റ്റിൻ്റെ ഭാഗമെന്ന്. അപ്പോൾ നോക്കിയപ്പോഴാണ് അത് ഓൾറെഡി അത് കോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രോഡ്സ്റ്റേഴ്സിൻ്റെ കോൾ അതിനകത്ത് ഓൺലൈനായിട്ടുണ്ടായിരുന്നു, അവരും കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഈ മാഡം ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവരുമായിട്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയും ഫണ്ട് കൈമാറ്റം തടയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അവരുടെ ഹാർഡ് ഏൺഡ് മണിയായ ഒരു 22 ലക്ഷം രൂപയോളം സേവ് ചെയ്യാൻ സാധിച്ചത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, പ്രായമായവരെ ആണ് ഇവർ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം പ്രായമായ എല്ലാവരും ഈ വാർത്ത എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഏത് രീതിയിലാണ് ഇവർ ഭയപ്പെടുത്തി ഒരു പ്രത്യേക ഹിപ്നോട്ടിസ് സ്റ്റേജിലോട്ട് കൊണ്ടുവന്നതെന്ന് മനസ്സിലാകുന്നില്ല. വലിയ തട്ടിപ്പിൽ നിങ്ങൾ അകപ്പെട്ടു പോയെന്നാണ് അവർ ആദ്യം ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി ഉപയോഗപ്പെടുത്തി മറ്റ് ക്രിമിനൽസ് നിങ്ങളുടെ പേരിൽ അക്കൗണ്ടുകൾ തുടങ്ങി തട്ടിപ്പ് നടത്തിയെന്നാണ് അവർ ബോധ്യപ്പെടുത്തുന്നത്. ആദ്യം IPS ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിലായിരിക്കും ഇവർ അപ്പിയർ ചെയ്യുന്നത് വീഡിയോ കോളിൽ. ഈ ഒരു പ്രത്യേക സ്റ്റേജിൽ ഇവരൊരു പ്രത്യേക മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയും മക്കളെ പോലുമോ ഒന്ന് വിളിച്ചറിയിക്കാനുള്ള സാവകാശം കൊടുക്കില്ല, ഫോൺ കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. രാത്രി അതിഭയങ്കരമായി ഫോൺ ചൂടാകുന്നെന്ന് കണ്ടപ്പോഴാണ്
അങ്ങോട്ട് മെസ്സേജ് ചെയ്തപ്പോഴാണ് എന്നാൽ ഒരു 4 മണിക്കൂർ നിർത്തിക്കോളൂ എന്ന് അവർ പെർമിഷൻ കൊടുക്കുന്നത്. അതുപോലൊരു സ്ലേവ് മൈൻഡിലോട്ട് അവരെ കൊണ്ടുവരുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് സംഭവിക്കുമ്പോഴേ അതിൻ്റെ തീവ്രത പിടികിട്ടുകയുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മളൊന്നും പൊട്ടന്മാരല്ലോ എന്ന് കരുതും. എന്നിരുന്നാലും പ്രായമായവർ പറ്റുന്നുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥരോടുകൂടി ഒരു കാര്യം പറയാനുണ്ട്. പ്രായമായവർ വന്ന് വലിയ ഫണ്ട് ട്രാൻസ്ഫർ നടത്താൻ നോക്കിയാൽ ജസ്റ്റ് അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് അവരുടെ ഫോണിലുള്ള ഡാറ്റ കാണിക്കാൻ ആവശ്യപ്പെട്ടാൽ നല്ലതായിരുന്നു.